വിശദമായി നോക്കാം. തൊടുപുഴ കുമാരമംഗലത്ത് ക്രൂരമർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ആന്തരിക രക്തസ്രാവം നിലച്ചിട്ടില്ല. തലച്ചോറിനും ശ്വാസകോശത്തിനും ഗുരുതരമായ പരിക്കുകളെന്ന് ഡോക്ടർമാർ. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ എങ്ങനെയാണ് കുഞ്ഞിന്റെ ആരോഗ്യനില? അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണോ? മനു, ഏകദേശം 99% തലച്ചോറിന്റെ പ്രവർത്തനവും നിലച്ച ഒരു അവസ്ഥയിലാണ് കുട്ടി ഇപ്പോൾ ഉള്ളത്. തലച്ചോറിൽ കാര്യമായ രീതിയിലുള്ള മർദ്ദനമേറ്റിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തലയോട്ടിയുടെ വലതുഭാഗം മുതൽ പിൻഭാഗം വരെ നീളത്തിൽ ഒരു പൊട്ടൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് കൂടാതെ തലച്ചോറിനും കാര്യമായ പരിക്കുണ്ട്. ഉള്ളിൽ രക്തസ്രാവം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയെ ഇപ്പോൾ പൂർണ്ണമായും വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് കുട്ടി ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിയെ രാവിലെ ഇവിടെ എത്തിക്കുമ്പോൾ തന്നെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളിയ അവസ്ഥയിൽ അബോധാവസ്ഥയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. ആ നില മാറ്റമില്ലാതെ തുടരുകയാണ്. എന്തായാലും ഡോക്ടർമാർ അവർക്ക് കഴിയുന്നതിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുട്ടിക്ക് നൽകി കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും കുട്ടിയുടെ ആരോഗ്യത്തിൽ യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഇതുവരെ ലഭ്യമായിട്ടില്ല. അതിനിർണായകമായ 48 മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ കുട്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടി മരുന്നുകളോടോ മറ്റ് ചികിത്സകളോടോ ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടിയുടെ കൃഷ്ണമണിയിൽ പോലും ചലനം ഡോക്ടർമാർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. കൂടാതെ ഇപ്പോൾ കുട്ടിയുടെ അമ്മ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ആശുപത്രിയിലുണ്ട്. അതുകൊണ്ട് തൊടുപുഴ ഡിവൈഎസ്പി നേരിട്ടെത്തി അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പ്രതിനിധികളും ഇവിടെ ആശുപത്രിയിൽ എത്തിയിരുന്നു. അവരും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി തന്നെ ഏറെ പ്രാർത്ഥനയോടെയാണ് ഒരു സമൂഹം ഒന്നടങ്കം ഈ തൊടുപുഴയിൽ ഈ ആശുപത്രിക്ക് മുൻപിൽ കാത്തു നിൽക്കുന്നത്. എന്തായാലും അതിതീവ്രമായ രീതിയിലുള്ള മർദ്ദനം ഭിത്തിയിൽ പിടിച്ച് തല ഇടിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തലയോട്ടി പൊട്ടിയതെന്നാണ് ഡോക്ടറുടെ നിഗമനം. എന്തായാലും വലിയ രീതിയിലുള്ള മർദ്ദനം കുട്ടിയെ ഏറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വീട്ടിൽ നിന്ന് തന്നെ കുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച കമ്പുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസ് നേരത്തെ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. പ്രതി ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. കൂടാതെ വലിയ രീതിയിലുള്ള മർദ്ദനം ശരീരത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ഭാഗത്തും തന്നെ ഏറ്റിട്ടുണ്ട്. കാര്യമായ രീതിയിൽ ആന്തരിക രക്തസ്രാവമുണ്ട്. അതുപോലെ തന്നെ തലച്ചോറിന് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരിക്കേറ്റ് രക്തസ്രാവം വന്നതിനാൽ തലച്ചോറിന്റെ നല്ലൊരു ഭാഗം തന്നെ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയെല്ലാം ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുട്ടി ഇപ്പോൾ അബോധാവസ്ഥയിലും പൂർണ്ണമായി വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന അവസ്ഥയാണ് മനു ഇപ്പോൾ ഉള്ളത്. ശരി, വിഷ്ണുവാണ് കോലഞ്ചേരിയിലെ ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഗുരുതരമായി തുടരുകയാണ് ഇപ്പോഴും ആരോഗ്യനില. അതേസമയം കുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തായ തിരുവനന്തപുരം സ്വദേശി അരുൺ ആനന്ദിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട്. സമീർ, ഇയാളിപ്പോഴും പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണോ? അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? മനു, ഇന്നലെയോട് കൂടിയാണ് ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ തൊടുപുഴ ഡിവൈഎസ്പിയുടെ ഓഫീസിലാണ് പ്രതിയുള്ളത്. പ്രതിയെ തുടർച്ചയായിക്കൊണ്ട് ചോദ്യം ചെയ്തു വരികയാണ് ഡിവൈഎസ്പി KP ജോസ്. അതോടൊപ്പം തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ അഖിലാഷ് ദേവ്ഡെ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ ചോദ്യം ചെയ്തു വരുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിക്ക് മാത്രമാണ് ഇതിൽ പങ്കുള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. അമ്മ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഈ കുട്ടിയെ മർദ്ദിക്കുന്നതിൽ അമ്മ ഇടപെട്ടിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അമ്മയുടെ മൊഴി 2 തവണ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെയും ഇന്ന് കോലഞ്ചേരിയിലെ ആശുപത്രി എത്തിയും തൊടുപുഴ സിഐയുടെ നേതൃത്വത്തിൽ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വൈകാതെ തന്നെ ഈ പ്രതിയുടെ രണ്ടാനച്ഛനായിട്ടുള്ള അരുണിന്റെ അറസ്റ്റ് വൈകാതെ തന്നെ രേഖപ്പെടുത്തും. ഈ ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് വൈകാതെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പ്രതിയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരു ചുവന്ന കാറാണ് പോലീസിനെ ലഭിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു മഴു അതോടൊപ്പം തന്നെ മദ്യക്കുപ്പി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും പ്രതിക്ക് ഒരു അക്രമ സ്വഭാവമുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. തിരുവനന്തപുരം പോലീസ് കൂടി ചേർന്നുകൊണ്ടാണ് കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടെ പ്രതിയുടെ രേഖപ്പെടുത്തും. ശരി, കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തായ അരുണിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തുമെന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി കഴിയുന്നത്. ഇയാളിപ്പോൾ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിലാണ് ഉള്ളത്. അതേസമയം 7 വയസ്സുകാരന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇടുക്കി ജില്ലാധികാരികളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിക്ക് വിദഗ്ധ ചികിത്സയടക്കമുള്ള എല്ലാ സഹായവും നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അതേസമയം സംഭവത്തിൽ പോലീസ് പിടിയിലായ അരുൺ കൊലക്കേസ് പ്രതിയാണ്. അരുണിനെതിരെ തിരുവനന്തപുരത്ത് 4 കേസുകൾ, കൊലപാതകം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളും 2008 വിജയരാഘവൻ കൊലക്കേസിലും പ്രതിയാണ് അരുൺ. ഇനി മറ്റു വാർത്തകളിലേക്ക്.
രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുതെന്ന ആവശ്യവുമായി DMK അധ്യക്ഷൻ MK സ്റ്റാലിനും രംഗത്ത്. മത്സരിച്ചാൽ BJPക്കെതിരായ പ്രതിപക്ഷ ഐക്യത്തിന് എതിരാകുമെന്ന് സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ രാഹുൽ ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. അതേസമയം 17ാം സ്ഥാനാർത്ഥി പട്ടികയിലും വടകര, വയനാട് സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായില്ല. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം ഒരാഴ്ചയാകുമ്പോൾ വയനാട്ടിൽ മത്സരിക്കരുതെന്ന ആവശ്യവുമായി കൂടുതൽ ഘടകകക്ഷികൾ രംഗത്തെത്തുകയാണ്. മറ്റ് ഘടകകക്ഷികൾക്ക് പിന്നാലെ DMK അധ്യക്ഷൻ MK സ്റ്റാലിനും ഇതേ നിലപാട് ഉന്നയിച്ചു. മത്സരിക്കുന്നത് BJPക്കെതിരായ പ്രതിപക്ഷ ഐക്യമെന്ന സന്ദേശത്തിന് എതിരാകുമെന്ന് സ്റ്റാലിൻ സോണിയയെയും രാഹുലിനെയും അറിയിച്ചു. എന്നാൽ രാഹുൽ ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു. കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാകണം. രാഹുലിന്റെ പിന്മാറ്റം കേരളത്തിലെ സാധ്യതകളെ ബാധിക്കുന്നുവെന്നും ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ ഇന്ന് പ്രഖ്യാപിച്ച 16ാം പട്ടികയിലും വടകര, വയനാട് സ്ഥാനാർത്ഥികളുടെ പേരില്ല. തീരുമാനമാകുമ്പോൾ അറിയിക്കാമെന്ന് ദേശീയ വക്താവ് പ്രിയങ്ക ചതുർവേദി വ്യക്തമാക്കി. And as soon as any decision is taken, we shall be happy to share it with you. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്ഷണം പരിശോധിക്കുമെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട് മണ്ഡലത്തിലെ UDF തെരഞ്ഞെടുപ്പ് പ്രചരണം താറുമാറായി. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ UDF ഘടകകക്ഷികൾ പരസ്യമായി രംഗത്തെത്തി. മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം അതൃപ്തി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. മുസ്ലിം ലീഗിന് അതൃപ്തി ഉണ്ടെങ്കിൽ സംസ്ഥാന നേതാക്കൾ അറിയിക്കട്ടെ എന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ മറുപടി. അനൂപ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി. അനൂപ്, കഴിഞ്ഞ ദിവസം തന്നെ ഘടകകക്ഷികളൊക്കെ ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വത്തിൽ അതൃപ്തിയും ആശങ്കയും അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പരസ്യമായി അതൃപ്തി അറിയിക്കുകയാണോ ഘടകകക്ഷികൾ, പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് അടക്കമുള്ളവർ? തീർച്ചയായും മനു, അതായത് ഇനി ഏതാണ്ട് 23 ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നുവെങ്കിൽ പ്രചരണ കാര്യങ്ങളിൽ വളരെ മുന്നോട്ട് പോകാമായിരുന്നു എന്നൊരു നിലപാടായിരുന്നു ലീഗിനുണ്ടായിരുന്നത്. എന്നാൽ ആ സാഹചര്യങ്ങളെല്ലാം മാറി. വയനാട്ടിൽ ആദ്യം സ്ഥാനാർത്ഥിയായി വന്നത് ടി സിദ്ദിഖ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നതിലൂടെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തുമെന്നുള്ള വാർത്തകൾ പരന്നു. ഇതിന് പിന്നാലെ ടി സിദ്ദിഖ് പിന്മാറുകയും ചെയ്തു. എന്നാൽ ഇതുവരെ ഏതാണ്ട് 1 ആഴ്ചയായി ഇതുവരെ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതിന് പിന്നിൽ ബോധപൂർവമായ ചില നീക്കങ്ങൾ ഉണ്ടെന്നും മറ്റുമാണ് ലീഗ് ആരോപിക്കുന്നത്. ഇത് വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെ ബാധിച്ചു. കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ഇനി സാധിക്കില്ല. ഇത് മണ്ഡലത്തെ വിജയത്തെ വരെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് പോയി എന്നുള്ളതാണ് ലീഗ് ഉയർത്തുന്ന ഒരു കാര്യം. ഇത് സംബന്ധിച്ച് ലീഗ് ഇന്നൊരു ഔദ്യോഗിക യോഗം ചേരുകയും ചെയ്തു. കൂടുതൽ വിശദമായ ജില്ലാ ഭാരവാഹികളെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള യോഗം ഇന്ന് വൈകുന്നേരത്തോടുകൂടി വിളിച്ചു ചേർക്കാനും ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നുവെന്ന വാർത്ത വന്നതു മുതൽ തുടങ്ങിയ പ്രതിസന്ധി ഇതുവരെ പരിഹരിക്കാനായിട്ടില്ല. അതേസമയം ഘടകകക്ഷികളെല്ലാം തന്നെ ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കൾ അതൃപ്തി പരസ്യമായാണ് അറിയിച്ചത്. ജില്ലാ നേതാക്കൾ കൂടിയാലോചിച്ച് മുസ്ലിം ലീഗ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ ഇത്തരത്തിലുള്ള പ്രതിഷേധം അറിയിച്ചു. ഈ പ്രഖ്യാപനം, വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെ ഉണ്ടാവണം, അതായത് ഇന്നു തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ പ്രധാനമായും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ലീഗിന് പ്രധാനമായ ഒരു വയനാട്ടിലെ പ്രധാന കക്ഷിയായ ലീഗ് വിജയപരാജയങ്ങളിൽ നിർണായകമായ സ്വാധീനിച്ചിട്ടുള്ള മണ്ഡലമാണ് വയനാട്. ഇവിടെ ഉണ്ടാകുന്ന പരാജയത്തിൽ അല്ലെങ്കിൽ തിരിച്ചടിയിൽ ലീഗിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല. ഇത്തരത്തിലെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയതെന്നാണ് അവർ പ്രധാനമായും കോൺഗ്രസ് നൽകുന്ന മുന്നറിയിപ്പ്. ഇപ്പോഴുണ്ടായ അനിശ്ചിതത്വം ബോധപൂർവം ഉണ്ടാക്കിയതാണെന്നാണ് ലീഗിന്റെ അഭിപ്രായം. ഇത് ലീഗ് ജില്ലാ സെക്രട്ടറി ഏകാന്ത് അലക്കൽ തുറന്നു പറയുകയും ചെയ്തു. ഇത്തരത്തിലുള്ള സാഹചര്യം വരുത്തി വെച്ചത് ചില ഗ്രൂപ്പ് തർക്കങ്ങളുടെ പേരിലാണെന്നാണ് ലീഗ് ആരോപിക്കുന്നത്. ഏതായാലും സാഹചര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതായത് എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടി വരും എന്ന രീതിയിലേക്ക് ഘടകകക്ഷികൾ കോൺഗ്രസിന്റെ അതിൽ കൈയൊഴിയുന്ന കാഴ്ചയാണോ കണ്ടത്? തീർച്ചയായും പ്രചാരണം വൈകുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരത്തെ തന്നെ അസംതൃപ്തിയുണ്ട്. ഇത് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ അസംതൃപ്തി കൂടാതെ ഘടകകക്ഷികളും ഇത്തരത്തിൽ അസംതൃപ്തി പ്രകടിപ്പിച്ച് വന്നിരിക്കുന്നു. ഘടകകക്ഷികൾ പറയുന്നത് പ്രധാനമായും ലീഗാണ് ഇത്തരമൊരു സാഹചര്യത്തിന് പിന്നിൽ. കോൺഗ്രസ് ആണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ. കോൺഗ്രസിലെ ഗ്രൂപ്പ് പിണക്കങ്ങളാണ്. കാരണം ടി സിദ്ദിഖ് വയനാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ജില്ലയിലെ ഐ ഗ്രൂപ്പ് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ തന്നെ നീണ്ടുപോവുകയും ചെയ്തു. ഈ ഗ്രൂപ്പ് പോര് അതിന്റെ പാരമ്യത്തിലെത്തിയ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി എത്തുന്നു എന്നുള്ളൊരു വാർത്ത പറയുന്നത്. ഈ വാർത്ത ഏറെ ആഘോഷിച്ചതും ഐ ഗ്രൂപ്പാണ്. ഇത്തരത്തിൽ ഗ്രൂപ്പ് പിടിവലി മൂലമാണ് വയനാട്ടിലെ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി സംബന്ധിച്ച് തീരുമാനം നീളുന്നത്. അവസാനം രാഹുൽ ഗാന്ധി എത്തുമെന്ന പ്രചാരണത്തിലേക്കും നീങ്ങിയത്. ഏതായാലും ഇതിലെല്ലാം ഉത്തരവാദി കോൺഗ്രസ് ആണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരാണെന്നുള്ള നിലപാടിലേക്കാണ് ഘടകകക്ഷികൾ നീങ്ങുന്നത്. ഈ നിലപാട് വലിയ തിരിച്ചടി മണ്ഡലത്തിലുണ്ടാക്കും. ഇതിന്റെ ഉത്തരവാദിത്വം
ഘടകകക്ഷികൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള പരസ്യമായ പ്രതികരണങ്ങളാണ് വയനാട്ടിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഉയർന്നു വരുന്നത്. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളായ PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ പാണക്കാട് ഹൈദരലി തങ്ങളുടെ വസതിയിലെത്തി പ്രാർത്ഥന നടത്തിയാണ് ഇരുവരും പത്രിക സമർപ്പിക്കാൻ ജില്ലാ വരണാധികാരികൾക്ക് മുമ്പിലെത്തിയത്. ഓരോ സെറ്റ് പത്രികയാണ് ഇരുവരും സമർപ്പിച്ചത്. വിജയം ഉറപ്പാണെന്നും ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇരുവരും പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 304 പേർക്ക് സൂര്യാതപവും 4 പേർക്ക് സൂര്യാഘാതവുമേറ്റു. ഈ മാസം 31 വരെ അതീവ ജാഗ്രത തുടരാനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് 1.5 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 65 പേർക്കാണ് സൂര്യാതപമേറ്റത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സൂര്യാതപം ഒഴിവാക്കുവാനായി പൊതുജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതിൽ നിന്നും ഒഴിവാകണമെന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ താപസൂചിക പ്രകാരം തുടർന്നുള്ള ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്ന് ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യതയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഈ മാസം 31 വരെ അതീവ ജാഗ്രത തുടരാനാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഇതുവരെ 304 പേർക്ക് സൂര്യാതാപവും തിരുവനന്തപുരത്തും എറണാകുളത്തുമായി 4 പേർക്ക് സൂര്യാഘാതവും ഉണ്ടായി. 4 പേർ മരിച്ചെങ്കിലും 1 മരണമാണ് സൂര്യാതപം മൂലമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ജില്ലകളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ അതത് കളക്ടറേറ്റുകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൊടുപുഴയിൽ കുഞ്ഞിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അവർക്കും പരിക്കുപറ്റിയിട്ടുണ്ട്, അവരുടെ മുഖത്തും പരിക്കുണ്ട്. അതെ അതെ, അത് ആ ശ്രമത്തിനിടയിൽ പരിക്ക് പറ്റിയതാണ്. അല്ല, ആ ഭാഗം കൂടുതലായിട്ട് പരിശോധിക്കണം. ചെറിയ ഉപദ്രവങ്ങളൊക്കെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്, മുമ്പ് ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ്. തൊടുപുഴയിൽ കുഞ്ഞിന് മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെ അതിനെക്കുറിച്ചൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു വലിയ, നേരത്തെ ചെറിയ തോതിൽ ഉപദ്രവമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്തരത്തിലൊരു വലിയ സംഭവം ആദ്യമായിട്ടാണ് നടക്കുന്നത്. കുട്ടിയുടെ അമ്മ ഈ കാര്യത്തിൽ നൽകിയ പരസ്പര വിരുദ്ധമായ മൊഴികളെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ചൂടുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. കനത്ത ചൂടിൽ വെന്തുരുകി പാലക്കാട്. തുടർച്ചയായി 4ാം ദിവസവും പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ജോലി സമയം ക്രമീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മീനച്ചൂട് കത്തിക്കാളുകയാണ്. തുടർച്ചയായ 4ാം ദിവസവും പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ചരിത്രത്തിലാദ്യമായാണ് പാലക്കാട് തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്രയും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത്. വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കാനാണ് സാധ്യത. ചൂടിന്റെ കാഠിന്യത്തിൽ യാത്രക്കാരും വ്യാപാരികളും തൊഴിലാളികളും വിദ്യാർത്ഥികളുമെല്ലാം ദുരിതമനുഭവിക്കുകയാണ്. ഉഷ്ണിച്ചിട്ട് നടക്കാൻ വയ്യ, അതോടെ നമ്മൾ കൊടയൊക്കെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല, പ്രകൃതിയിൽ വരുന്നതാണല്ലോ. പിന്നെ ഒരുപാട് പേര് ചൂട് തട്ടിയിട്ടൊക്കെ പുള്ളൽ നിൽക്കുന്നതൊക്കെ ശരിയാണ്. ഇത്രയ്ക്ക് ചൂട് ഇത്ര കാലം അനുഭവപ്പെട്ടിട്ടില്ല. ബാക്കിൽ ഹെൽമെറ്റ് ഇരിക്കേണ്ട അവസ്ഥയാണ്, ഫ്രണ്ടിൽ ഹെൽമെറ്റിന് കാര്യമില്ല. രാവിലെ നേരത്തെ ഇറങ്ങും, വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം. കൈയെല്ലാം സൈഡെല്ലാം പൊട്ടുക, ചൂടെടുത്തിട്ട് പൊള്ളുക, കരിവാളിച്ച പോലെ ആകുക. അതിയായ ചൂടാണ്. 5-6 മണിയായാലും ചൂടിന് കമ്മിയില്ല. ജില്ലയിലെ വിവിധ മേഖലകളിലായി ഇതുവരെ 23 പേർക്ക് സൂര്യാതപമേറ്റുവെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിനു പുറമെ ചികിത്സ തേടാത്ത നിരവധി പേർ ജില്ലയിലുണ്ട്. സൂര്യാതപസാരത കണക്കിലെടുത്ത് ജോലി സമയം ക്രമീകരിക്കുന്നതും 11 മണിക്കും 3 മണിക്കുമിടയിൽ വെയിലേൽക്കുന്നത് ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ പുഴകളും ജലാശയങ്ങളും വറ്റിത്തുടങ്ങിയിട്ടുണ്ട്. ഡാമുകളിലും ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി. വേനൽ കടുക്കുന്നതോടെ കുടിവെള്ളത്തിനും കൃഷിയാവശ്യങ്ങൾക്കുമുള്ള ജലത്തിന് ദൗർലഭ്യം നേരിടേണ്ടി വരുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതി ഫാദർ റോബിൻ ഹൈക്കോടതിയെ സമീപിച്ചു. ശിക്ഷ മരവിപ്പിക്കണമെന്ന അപേക്ഷ കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. കേസിൽ ഫാദർ റോബിൻ വടക്കുംചേരിക്ക് 20 വർഷം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയും തലശ്ശേരി പോക്സോ കോടതി വിധിച്ചിരുന്നു. 3 വകുപ്പുകൾ പ്രകാരം 60 വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. അത് ഒന്നിച്ച് 20 വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതിയാകും. തലശ്ശേരി പോക്സോ കോടതി വിധി റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. തന്നെ തട്ടിക്കൊണ്ടുപോയതല്ലെന്നും ഒരുമിച്ച് ജീവിക്കാൻ റോഷനുമൊത്ത് നാടുവിട്ടതാണെന്നും ഓച്ചിറയിലെ പെൺകുട്ടി മൊഴി നൽകി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെയാണ് 17 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയുടെ സുപ്രധാന മൊഴി. വൈദ്യപരിശോധനയിൽ പീഡനത്തിന് ഇരയായതായി മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വനിതാ ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കി പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. റോഷനെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 18-നാണ് റോഷനുമൊത്ത് പെൺകുട്ടി ട്രെയിനിൽ ആദ്യം മംഗലാപുരത്തും പിന്നീട് മുംബൈ പനവേലിയിലേക്കും നാടുവിട്ടത്. പെൺകുട്ടിയെ യുവാക്കൾ തട്ടിക്കൊണ്ടുപോയെന്ന് രക്ഷിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടത്തി പെൺകുട്ടിയെ കണ്ടെത്തിയത്. അതേസമയം പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നതിനാൽ പോലീസ് രാജസ്ഥാനിലേക്ക് പോകും. പെൺകുട്ടിക്ക് 13 വയസ്സാണ് പ്രായമെന്ന് പിതാവ് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു. 2001 സെപ്റ്റംബർ 17-ആണ് നിലവിൽ രേഖയിലെ പ്രായം. 18 തികയാൻ ഏതാനും മാസങ്ങൾ കൂടി വേണ്ടിവരും. 8ാം ക്ലാസ് വരെ രാജസ്ഥാനിൽ താൻ പഠിച്ചിട്ടുണ്ടെന്നാണ് പെൺകുട്ടി പറയുന്നത്. ഇവിടെ എത്തി 6 വർഷമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചത്. പെൺകുട്ടി പറയുന്നത് ശരിയാണെങ്കിൽ റോഷൻ ജയിൽ മോചിതനാകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേഹാസ്വസ്ഥതയെ തുടർന്നാണ് ചികിത്സ തേടിയത്. പനി കൂടിയതിനാൽ 2 ദിവസത്തെ വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് അതിപ്രസരം നിലനിൽക്കുന്നുണ്ടെന്ന് KV തോമസ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവണതകളെക്കുറിച്ച് PC ചാക്കോ പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പുണ്ട്. താൻ അടിസ്ഥാനപരമായി ഐ ഗ്രൂപ്പുകാരനാണെങ്കിലും മത്സരം വരുമ്പോൾ ഗ്രൂപ്പിന് അതീതമായാണ് പ്രവർത്തിക്കാറുള്ളത്. തനിക്ക് സീറ്റ് നിഷേധിച്ചത് മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നതിൽ വേദനയുണ്ടെങ്കിലും ആരോടും പരിഭവമില്ല. പകരമായി ഒരു സ്ഥാനമാനങ്ങളും താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും രാഷ്ട്രീയത്തിൽ നിന്ന് താൻ വിരമിച്ചിട്ടില്ലെന്നും KV തോമസ് പറഞ്ഞു. എനിക്കതൊരു വ്യത്യസ്തമായ സമീപനം. ഞാനൊരു ഐക്യക്കാരനാണ്, ബേസിക്കലി ഐക്യക്കാരനാണ്. പക്ഷേ ഞാൻ ഒരു പരിധി വിട്ട് ഗ്രൂപ്പിലേക്ക് പോകാറില്ല. എല്ലാവരോടും യോജിച്ചു. അതുകൊണ്ടാണ് എറണാകുളത്തിൻ്റെ വിജയവും ഇവിടെ നമുക്ക് കോർപ്പറേഷൻ കിട്ടിയതും 14 സീറ്റിൽ 13 കിട്ടിയതുമൊക്കെ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ഗ്രൂപ്പുകളുണ്ടാവും പാർട്ടിയിൽ, ഏത് പാർട്ടിയിൽ, പക്ഷേ അതിൻ്റെ അതിപ്രസരം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചില ദുഃഖത്തോടെ ഞാൻ കാണുന്നുണ്ട് ചാക്കോ പറഞ്ഞതിനോട്. ഒരു അതിപ്രസരം ഉണ്ടായോ എന്നൊരു സംശയം പ്രവർത്തകർ. അതിപ്രസരം പാർട്ടിക്ക് നല്ലതല്ല. പാർട്ടിയാണ് ഏറ്റവും വലുത്. പാർട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഗ്രൂപ്പുണ്ട്. തലശ്ശേരിയുടെ മണ്ണിൽ തരംഗം സൃഷ്ടിച്ച് വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി P ജയരാജൻ. തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തിയ P ജയരാജന് ലഭിച്ചത് വീരോചിത വരവേൽപ്പാണ്. ജയരാജന് കെട്ടിവയ്ക്കാനുള്ള പണം തലശ്ശേരിയിലെ പ്രശസ്തമായ ഏക്കണ്ടിയിൽ കുടുംബം കൈമാറി. നാടും നഗരവും ഇളക്കിമറിച്ചുകൊണ്ടായിരുന്നു P ജയരാജന്റെ തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ പര്യടനം. സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉത്സവ പ്രതീതി. വാദ്യഘോഷവും മുത്തുക്കുടകളും തനത് കലാരൂപങ്ങളും അണിനിരുന്ന ഘോഷയാത്രയോടെയാണ് തലശ്ശേരിയുടെ മണ്ണ് ജയരാജന് വീരോചിത വരവേൽപ്പ് നൽകിയത്. ഇടതുവിരുദ്ധ ശക്തികളുടെ അവിശുദ്ധ സഖ്യവും മതനിരപേക്ഷതയും വികസനവും ആഗ്രഹിക്കുന്ന ജനങ്ങളും തമ്മിലാണ് വടകരയിലെ പോരാട്ടമെന്ന് P ജയരാജൻ പറഞ്ഞു. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഈ വടകര മണ്ഡലത്തിൽ ഉണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരും മതനിരപേക്ഷവാദികളായിട്ടുള്ള ജനങ്ങളും അങ്ങേയറ്റം ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നതാണ് ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തലശ്ശേരിയിലെ പ്രശസ്തമായ എക്കണ്ടിയിൽ കുടുംബത്തിന് വേണ്ടി ആയിഷുമ്മ P ജയരാജന് കെട്ടിവെക്കാനുള്ള പണം നൽകി. സ്വീകരണ പരിപാടികളിലെ യുവജന പങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു. തലശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് ചാത്തന്നൂർ മണ്ഡലത്തിൽ കശുവണ്ടി തൊഴിലാളികൾ സ്വീകരണവും ആശീർവാദവും നൽകി. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ കുണ്ടറ മണ്ഡലത്തിലെ കശുവണ്ടി തൊഴിലാളികളോട് വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ BJP സ്ഥാനാർത്ഥി KV സാബു കൊല്ലത്ത് മത സാമുദായിക നേതാക്കളെ കണ്ട് പിന്തുണ തേടി. ഐശ്വര്യം വാരി വിതറിയാണ് ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ നല്ലവരായ വോട്ടർമാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിനെ വിജയാശംസ നേർന്ന് ആശീർവദിക്കുന്നത്.
മാലയിട്ടും പൂക്കൾ നൽകിയും സെൽഫി എടുത്തും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത് ഇടതു ക്യാമ്പിൽ പ്രതീക്ഷ പകരുന്നു. പറഞ്ഞത് ചെയ്യുന്ന സംസ്ഥാനത്തെ ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ പറയുന്നതിനൊപ്പം UDF BJP സ്ഥാനാർത്ഥികളുടെ നുണപ്രചരണത്തെ തുറന്നുകാട്ടിയുമാണ് ബാലഗോപാലിന്റെ പ്രസംഗം. എല്ലാ മേഖലയിലും തൊഴിൽ നഷ്ടപ്പെടുക, വിലക്കയറ്റം, അഴിമതി, അതോടൊപ്പം തന്നെ വർഗീയത. ഇങ്ങനൊരു ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് ആ ഗവൺമെന്റ് മാറണം. പകരം ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് വരണം. ആ ഗവൺമെന്റിന് പുരോഗമന ആശയങ്ങൾ ഏറ്റെടുത്ത് സാധാരണക്കാരെ സഹായിക്കാൻ കഴിയണം. അങ്ങനെ ഒരു ഗവൺമെന്റ് വരുന്നതിനുള്ള നിലപാടെടുക്കണമെങ്കിൽ ഇടതുപക്ഷം നമ്മുടെ ഇവിടെയെല്ലാം ഉള്ളതുപോലെയുള്ള ഇടതുപക്ഷത്തിന്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകണം. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനാകട്ടെ ഇപ്പോൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ BJP സ്ഥാനാർത്ഥി മതനേതാക്കളെയും സമുദായ നേതാക്കളെയും കണ്ട് പിന്തുണ തേടി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നമ്മുടെ ഭാവി നമ്മുടെ വിരൽത്തുമ്പിൽ എന്ന സന്ദേശമുയർത്തി പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച ഹരിത തെരഞ്ഞെടുപ്പ് സന്ദേശ റാലിയും കൂട്ടയോട്ടവും നഗരത്തിന് നവ്യാനുഭവമായി. വോട്ടർ ബോധവൽക്കരണ പദ്ധതിയായ സ്വീപ്പിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സന്ദേശ പ്രചരണ റാലിയും കൂട്ടയോട്ടവും ജില്ലാ കളക്ടറും തെരഞ്ഞെടുപ്പ് ഓഫീസറുമായ PB നൂഹ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ ഭാവി നമ്മുടെ വിരൽത്തുമ്പിൽ എന്ന സന്ദേശമുയർത്തിയാണ് ഹരിത തെരഞ്ഞെടുപ്പ് സന്ദേശ റാലിയും കൂട്ടയോട്ടവും പത്തനംതിട്ട നഗരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ഒരു വോട്ട് പോലും പാഴാക്കാതെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്നും പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ച് ഹരിത തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന അവബോധം എല്ലാവരിലേക്കും എത്തിക്കുക എന്നതുമാണ് ഈ റാലിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ PB നൂഹ് വ്യക്തമാക്കി. വോട്ടിംഗിൽ പരമാവധി പാർട്ടിസിപ്പേഷൻ എല്ലാ ജനങ്ങളെയും എല്ലാ കുട്ടികളെയും 18 വയസ്സിന് മുകളിലുള്ള എല്ലാ വോട്ടേഴ്സിനെയും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ പ്രചരണാർത്ഥം പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നമ്മൾ നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതിനും വോട്ടർമാർക്ക് സമ്മതിദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നൽകുന്നതിനും വേണ്ടിയാണ് സ്വീപ്പിന്റെ ഭാഗമായി പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി G ജയദേവ് ജനാധിപത്യ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സന്ദേശ പ്രചരണ റാലി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ജില്ലാ പോലീസ് സേനയുടെ ഭാഗമായുള്ള ബുള്ളറ്റ് റൈഡേഴ്സ്, റോളർ സ്കേറ്റിംഗ് താരങ്ങൾ എന്നിവരുടെ പ്രകടനവും റാലിക്ക് കൊഴുപ്പേകി. ജില്ലയിലെ വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും NCC കേഡറ്റുകൾ, നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ, ഇലക്ട്രൽ ലിറ്ററസി കേഡറ്റുകൾ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ എന്നിങ്ങനെ 800ഓളം പേർ റാലിയിൽ പങ്കാളികളായി. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S സന്തോഷ് കുമാർ, ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർ ജിജി ജോർജ്, ADC ജനറലും സ്വീപ് നോഡൽ ഓഫീസറുമായ KK വിമൽ രാജ്, ഡിവൈഎസ്പി K സജീവ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ K രശ്മി മോൾ, കുടുംബശ്രീ MD MC മണികണ്ഠൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കലാഭവൻ മണി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ മികച്ച വാർത്താ റിപ്പോർട്ടർക്കുള്ള ഇക്കൊല്ലത്തെ പുരസ്കാരം പീപ്പിൾ TV സീനിയർ റിപ്പോർട്ടർ S ജീവൻകുമാറിന്. 2017-18 അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഏപ്രിൽ 20 പ്രസ് ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് ഏറ്റുവാങ്ങും. പ്രശസ്ത കിഡ്സ് വെയർ നിർമ്മാതാക്കളായ പോപ്പീസ് ബേബി കെയർ റീജിയണൽ ഓഫീസ് കൊച്ചി പാടിവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ സംവിധായകൻ ജിസ് ജോയ്, PT തോമസ് MLA എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പോപ്പീസ് CMD ഷാജു തോമസ്, മാർക്കറ്റിംഗ് ഹെഡ് ഹാഷിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മധ്യകേരളത്തിലെ വ്യാപാരികൾക്ക് പോപ്പീസ് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വേഗത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചത്.